നിർഭയമായ വിശ്വാസത്തിനും പ്രച്ഛന്നമായ ധൈര്യത്തിനും മുദ്രവെച്ച സ്വഹാബിയായ അബ്ദുല്ലാഹിബ്നു ഹുദാഫയുടെ ധീരതയുടെ കഥ. വിശ്വാസത്തിനായി ഏതു ദുരിതവും നേരിടാൻ തയ്യാറായ അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും ഓരോ വിശ്വാസിക്കും മാതൃകയാണ്. ഹിജ്റ 19 ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. റോമൻ വെല്ലുവിളി നേരിടാനായി ഉമർ റളിയല്ലാഹു അൻഹു സൈന്യത്തെ നിയോഗിച്ചു. അബ്ദുല്ലാഹിബ്നു ഹുദാഫയും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. മുസ്ലിങ്ങൾ വിജയം നേടിയെങ്കിലും ഇബ്നു ഹുദാഫ ശത്രുക്കളുടെ കയ്യിൽപ്പെട്ടു. അദ്ദേഹത്തെ റോമൻ രാജാവ് സീസറിന്റെ മുന്നിൽ ഹാജരാക്കി. രാജാവ് ഏറെ നേരം ഇബ്നു ഹുദാഫയുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ക്രിസ്ത്യാനിയാവുക, എന്നാൽ ഞാൻ നിന്നെ വിട്ടയക്കാം, ആദരിക്കാം. താങ്കൾ ആവശ്യപ്പെട്ടതിനേക്കാൾ മരണമാണ് എനിക്ക് പ്രിയങ്കരം. ഇബ്നു ഹുദാഫയുടെ മറുപടി പെട്ടെന്നായിരുന്നു, ഓഹോ, നീ ധീരനാണല്ലോ, എന്നെ അനുസരിച്ചാൽ നിന്നെ ഞാൻ അധികാരത്തിൽ പങ്കാളിയാക്കാം. താങ്കളുടെയും അറബികളുടെയും അധികാരവും ആധിപത്യവും ഒന്നാകെ തളികയിലാക്കി തന്നാലും ഞാൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ നിന്ന് പിന്മാറില്ല, ഒരു നിമിഷത്തേക്ക് പോലും. എങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അതൊക്കെ താങ്കളുടെ ഇഷ്ടമല്ലേ? ഇയാളെ കുരിശിലേറ്റുക. കോപാഗ്നിയായ സീസറിന്റെ കൽപ്പന. കിങ്കരന്മാർ ഇബ്നു ഹുദാഫയെ വലിച്ചഴിച്ചു. ഇയാളുടെ ശരീരത്തിൽ തട്ടാത്ത വിധം ചുറ്റും അമ്പുകൾ ചെന്ന് തറക്കട്ടെ, അയാളൊന്ന് പേടിക്കട്ടെ. പക്ഷേ അതിലൊന്നും ആ സത്യവിശ്വാസി പതറിയില്ല. ആ ഭീഷണി ഫലിക്കില്ലെന്ന് കണ്ടപ്പോൾ അതിലും കഠിനമായ ശിക്ഷയ്ക്ക് കളമൊരുങ്ങി. വലിയൊരു ചെമ്പിൽ എണ്ണ തിളപ്പിക്കാൻ രാജാവിന്റെ കൽപ്പന. മറ്റു തടവുകാരനെ കൊണ്ടുവന്ന എണ്ണയിലേക്കെറിഞ്ഞു. അയാൾ തിളയ്ക്കുന്ന എണ്ണയിൽ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇബ്നു ഹുദാഫ സങ്കടത്തോടെ കണ്ടുനിന്നു. ഇപ്പോൾ നീ എന്തു പറയുന്നടാ? നേരത്തെ പറഞ്ഞത് മാത്രമേ എനിക്കുള്ളൂ. ഒടുവിൽ ഇബ്നു ഹുദാഫയെയും എണ്ണയിലേക്കെറിയാൻ കൽപ്പനയുണ്ടായി. തിളച്ചു മറിയുന്ന എണ്ണച്ചെമ്പിന്റെ അരികിലെത്തിയപ്പോൾ ഇബ്നു ഹുദാഫ പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ടപ്പോൾ സീസർ വീണ്ടും അദ്ദേഹത്തെ അരികിൽ വിളിച്ചു. ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് വീണ്ടും ചോദിച്ചു. ഒരിക്കലും തയ്യാറല്ലെന്ന് ഇബ്നു ഹുദാഫ ആവർത്തിച്ചു. നാശം, പിന്നെന്തിനാ നീ കരഞ്ഞത്? ഞാൻ കരഞ്ഞത് മരണം പേടിച്ചിട്ടല്ല. ഈ എണ്ണയിൽ കിടന്നു പൊരിയാൻ എനിക്കൊരു ശരീരമല്ലേ ഉള്ളൂ എന്നതാണ് എന്റെ സങ്കടം. എന്റെ മേനിയിലുള്ള രോമങ്ങളുടെ അത്ര ശരീരങ്ങൾ എനിക്കുണ്ടാവുകയും അവയൊക്കെയും എണ്ണയിൽ കിടന്ന് പൊരിഞ്ഞ് രക്തസാക്ഷിത്വം നേടാൻ അവസരം ലഭിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. അതോർത്താണ് ഞാൻ കരഞ്ഞത്. ഇതു കേട്ട സീസർ ആ യുവാവിനെ ആശ്ചര്യത്തോടെ ഒന്ന് നോക്കി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, എന്റെ ശിരസിൽ ചുംബിച്ചാൽ നിന്നെ ഞാൻ വിട്ടയക്കാം. മുഴുവൻ മുസ്ലിം തടവുകാരെയും വിട്ടയക്കുമെങ്കിൽ ഞാൻ ചുംബിക്കാം. സീസർ അത് സമ്മതിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു ഹുദാഫ സീസറിന്റെ ശരീരത്തിൽ ചുംബിച്ചു. മുഴുവൻ മുസ്ലിം തടവുകാരെയും അതോടെ മോചിതരാക്കി. അവരെല്ലാം മദീനയിലെത്തിയപ്പോൾ വിവരമറിഞ്ഞ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആഹ്ലാദത്തോടെ ഇങ്ങനെ നിർദ്ദേശിച്ചു, ഓരോ മുസ്ലിമും ഇബ്നു ഹുദാഫയുടെ ശിരസിൽ ചുംബിക്കൂ. ഞാൻ തന്നെ അത് ആദ്യം ചെയ്യട്ടെ. ശരിയെന്ന് ബോധ്യമുള്ള മാർഗത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന സങ്കടങ്ങളും പരീക്ഷണങ്ങളും അതിശയകരമായ സന്തോഷത്തോടെ സ്വീകരിച്ച ചരിത്രമാണ് ധീരനായ ഇബ്നു ഹുദാഫയുടേത്. അള്ളാഹുവിലേക്ക് അടുക്കുന്തോറും ജീവിതം ദുസ്സഹമായി തീരുമെന്നാണ് ചരിത്രം. സാമൂഹികമോ കുടുംബപരമോ വ്യക്തിപരമോ സാമ്പത്തികമോ ആയ പ്രതിസന്ധികൾ കടമ്പയായി അതിജയിക്കേണ്ടി വരാത്ത ഒരു വിശ്വാസിയുമില്ല. ഇബ്നു ഹുദാഫയുടെ ധൈര്യവും ഉറച്ച വിശ്വാസവുമാണ് ശരിയായ മാർഗത്തിനു വേണ്ടിയുള്ള പ്രതിബദ്ധതയുടെ ഉന്നത ശ്രേണിക്ക് ഉദാഹരണം. ജീവൻ അതുതന്നെ ഒരു പ്രയാസമാകുമ്പോൾ അള്ളാഹുവിൻ്റെയും തൻ്റെ ദീൻ ചരിത്രത്തിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി സഹിച്ച് സത്യം മാത്രം ചൂണ്ടിക്കാണിച്ചു നടന്ന അവരുടെ ജീവിതം എല്ലാ വിശ്വാസികൾക്കും ഒരു പാഠമാണ്. അള്ളാഹുവിൻ്റെ സേവനത്തിൽ ഓരോ കഷ്ടപ്പെടലിനും സന്തോഷവും രക്ഷയും നൽകിയേക്കും. മനുഷ്യന്റെ ആത്മാർത്ഥമായ വിശ്വാസവും പ്രതിസന്ധി നേരിടുന്ന ധൈര്യവും എല്ലാ തലമുറകൾക്കും ഒരുപാട് പ്രചോദനമാണ്.